ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, നമുക്ക് പുതിയ ഒരു 5 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 5 അല്ല 4 പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻസ് ഇഷ്ടം പോലെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. കാരണം ഈ വർഷ അവസാനമാണ്, എലക്ഷൻ, അങ്ങനെ കുറേ സിറ്റുവേഷൻസ് കാരണം നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ട വരുന്നുണ്ട്. നിങ്ങൾക്ക് ജോലി കിട്ടാൻ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ തുറന്നു കിടക്കുക. നിങ്ങളിനി ചെയ്യേണ്ട ഒരേ ഒരു കാര്യം പഠിക്കുക എന്നുള്ള കാര്യം മാത്രമാണ്. മനസ്സിലായോ? എനിക്ക് നോട്ടിഫിക്കേഷൻ്റെ കാര്യമൊക്കെ നിൽക്കട്ടെ. നോട്ടിഫിക്കേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യും. നമുക്കിനി കുറേ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും എന്താ എവിടെ നിന്നാണ് പഠിക്കേണ്ടതെന്നെല്ലാം കണ്ടുപിടിച്ചും അപ്ലൈ ചെയ്തും ലാസ്റ്റ് ഡേറ്റ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം. അപ്ലൈ ചെയ്യണം. കമ്പനി ബോർഡ് LGS അപ്ലൈ ചെയ്തു, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അപ്ലൈ ചെയ്തു, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അപ്ലൈ ചെയ്തു. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരുപാട് എക്സാംസിന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് തന്നെ അറിയത്തില്ല എന്ത് പഠിക്കണം, എവിടെ തുടങ്ങണം, എങ്ങനെ നിൽക്കണം, അല്ലെ എന്ത് പഠിക്കണം, ഒന്നും അറിയാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ തുടർന്ന് കേട്ടോ. ഓക്കെ? അല്ല നിങ്ങൾക്ക് ക്ലാരിറ്റി ആണ്, നിങ്ങളെല്ലാം ഓൾ സെറ്റാണ്, ഞങ്ങൾ പഠിച്ച് സെറ്റാണ് എന്നുള്ളൊരു നിങ്ങളത് കേൾക്കാൻ നിൽക്കേണ്ട. നിങ്ങൾ ആ ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ അങ്ങ് പോയാൽ മതി. അല്ലാത്തവർക്ക് എനിക്കറിയാം ഒരുപാട് പേർക്ക് ടെൻഷൻ ആയിരിക്കും. നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പം സത്യമാണ്, നോട്ടിഫിക്കേഷൻസ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. നമുക്ക് കാണുമ്പോൾ സന്തോഷമാണ് തോന്നുന്നുണ്ടത്. പക്ഷേ കുറച്ച് ആൾക്കാർക്ക് അത് കാണുമ്പോൾ ടെൻഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. അവർക്കുള്ളതാണ് ഈ വീഡിയോ. ഓക്കെ? വീട്ടിലോട്ട് വാ. അപ്പോൾ ടെൻഷനാണ് അല്ലേ? നമുക്ക് ടെൻഷൻ. അയ്യോ നോട്ടിഫിക്കേഷൻസ്, എന്തുമാത്രം നോട്ടിഫിക്കേഷൻസാ അല്ലേ? എവിടെ തുടങ്ങും, എന്ത് പഠിക്കും? എനിക്ക് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ട്, +2 ക്വാളിഫിക്കേഷൻ ഉണ്ട്, എനിക്ക് ഡിഗ്രി ഉണ്ട്, എനിക്ക് LP UP എഴുതാൻ പറ്റും, എനിക്ക് PG ഉണ്ട്, എനിക്കില്ലാത്ത ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ല. അപ്പം ഞാൻ എന്ത് ഇവിടെ ഞാൻ LGS പഠിക്കണോ, ഞാൻ ഡിഗ്രി ലെവലുള്ളത് പഠിക്കണോ? അറിയത്തില്ല. എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. എന്നിട്ട് ഫുൾ ഒരു പുകയായിട്ടായിരിക്കും നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ? ഐ ആം അസ്യൂമിങ് ദാറ്റ് യു ആർ എ ബിഗിനർ. നിങ്ങളൊരു ബിഗിനർ ആണ് എന്നെ വിചാരിക്കുക. ഓക്കെ, നിങ്ങളൊരു ബിഗിനർ ആണ്, നിങ്ങൾക്ക് ഫുൾ ടെൻഷനാണ്. ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സത്യം പറയാൻ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാം എനിക്ക് നിങ്ങളെ ഇവിടെ കാണാം. എൻ്റെ ഫ്രണ്ടിൽ എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി കണക്റ്റഡ് ആയിട്ടും സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോസ് പിന്നെയും ചെയ്തത്. കാരണം ഞാൻ ഈ ഇന്നലെ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചു, ഈശ്വരാ ഇത്രയും നോട്ടിഫിക്കേഷൻസ്. കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, പക്ഷേ നമുക്ക് ടെൻഷൻ വരും. കാരണം ഇതെല്ലാം പല ഏരിയയിൽ കിടക്കുന്നതാണ് അല്ലേ? നമ്മളിപ്പം SI ആണെങ്കിലും, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിലും, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിലും ഒക്കെ ഡിഗ്രി ലെവലിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ? അത് കണക്ക് LGS ആണെങ്കിൽ അത് 10th ലെവൽ പോട്ടെ, 10th ലെവലിൽ നിൽക്കുന്നതാണ്. അതിനൊക്കെ VFA 10th ലെവലിൽ നിൽക്കുന്നതാണ്. +2 ലെവലിൽ നിൽക്കുന്നതാണ് നമ്മുടെ ഈ യൂണിഫോം പോസ്റ്റുകൾ, എക്സൈസ് ഓഫീസറും പോലീസ് ഓഫീസറും ഒക്കെ വരുന്നത് ആ ഒരു +2 ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ട്. 10 ഉണ്ട്, +2 ഉണ്ട്, ഡിഗ്രി ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ? നമ്മൾ അങ്ങനെ ഒരു ഏരിയയിൽ നിൽക്കുക. നമുക്ക് LP UP അതും വരും, അതും നമുക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം എഴുതാൻ പറ്റും. നമ്മൾ എങ്ങനെ തുടങ്ങും, എന്ത് പഠിക്കും, 2025 തീരാൻ പോകുന്നു, എനിക്കൊരു ക്ലാരിറ്റി ഇല്ല. അങ്ങനെയാണ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ടോ എൻ്റെ പൊന്നു മക്കളെ. നിങ്ങൾ ആലോചിച്ച് വട്ടാവണ്ട. നിങ്ങൾ ആലോചിച്ചിരിക്കും ഞാൻ എന്ത് തുടങ്ങും എന്ന് ആലോചിച്ചിട്ട് കൺഫ്യൂസ്ഡ് ആവണ്ട. തുടങ്ങുക എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. സ്റ്റാർട്ടിങ് ആണ് ഇമ്പോർട്ടൻറ്റ്. എന്ത് തുടങ്ങും, എങ്ങനെ പഠിക്കും, അതൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ട. ഓക്കെ? നിങ്ങൾ തുടങ്ങുക, നിങ്ങൾ ദിവസവും പഠിക്കുക. നിങ്ങൾ ഈ ഇത്രയും നോട്ടിഫിക്കേഷൻ നിരത്തി വെച്ചിട്ട് ഇതിനകത്തെല്ലാം കോമൺ ആയിട്ട് എന്താ വരുന്നത് അത് തുടങ്ങുക. മനസ്സിലായി? ഇതിനകത്ത് എല്ലാം കോമൺ ആയിട്ട് എന്താണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് അത് പഠിച്ചു തുടങ്ങുക. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ എല്ലാത്തിനകത്തും മലയാളം ഉണ്ട്, എല്ലാത്തിനകത്തും ഇംഗ്ലീഷ് ഉണ്ട്, എല്ലാത്തിനകത്തും സയൻസ് ഉണ്ട്, മാത്സ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് തുടങ്ങിക്കോ. ആ ഒരു ഏരിയ പഠിച്ചു തുടങ്ങിക്കോ. ആ ഒരു ഏരിയ പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാത്തിനകത്തും ഈ സാധനം കൊടുക്കാൻ പറ്റും. സയൻസ്, എല്ലാത്തിനകത്തും സയൻസ് ഉണ്ട്, എല്ലാത്തിനകത്തും മാത്സ് ഉണ്ട്, എല്ലാത്തിനകത്തും ഇംഗ്ലീഷ് ഉണ്ട്, എല്ലാത്തിനും മലയാളം ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസ് തെറ്റാൻ പറ്റും. ഇനിയിപ്പോൾ LGS നിങ്ങൾ പറയാമോ, ചേച്ചി മലയാളം ഇംഗ്ലീഷും LGSന് മലയാളം ഇംഗ്ലീഷും ഇല്ല, പോട്ടെ, കുഴപ്പമില്ല. അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, സയൻസ് ഉണ്ട്, മാത്സ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഇതെല്ലാത്തിനകത്ത് വരുന്നതല്ലേ, അത് പഠിക്കുക. മനസ്സിലായോ? അപ്പം നിങ്ങൾ എപ്പോഴും നമുക്ക് ഈ സ്റ്റാർട്ടിങ് ആണ് പ്രശ്നം. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എടുക്കാൻ നല്ല സമയം എടുക്കും. നമ്മൾ എഞ്ചിനൊക്കെ തണുത്ത് വിറച്ച് ഐസ് പിടിച്ച് കട്ടയായിട്ടിരിക്കുക. നമ്മളതിങ്ങനെ സ്റ്റാർട്ടാക്കി ആ ഒരു സാധനം ഇങ്ങനെ പോയി കുറേ കഴിയുമ്പോഴായിരിക്കും അതൊന്ന് സ്റ്റാർട്ടായി വന്ന് വർക്കായി തുടങ്ങിയാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടത്തില്ല. മനസ്സിലായോ? അപ്പോൾ അതിന് സമയം എടുക്കും. ആ പുഷിനാണ് ഞാൻ ഈ പുഷ് ചെയ്യുന്നത്. മനസ്സിലായോ? അതാണ് ഞാൻ ഈ പറയുന്നത് മൊത്തം. അപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഓക്കെ ഇത്രയും എക്സാംസ് ഉണ്ട്, നിങ്ങൾ എഴുതുക. നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് എഴുതുക, എനിക്ക് ഏതൊക്കെ എക്സാംസ് എഴുതാൻ പറ്റും, അങ്ങനെ എനിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്യാതിരിക്കല്ലേ, ഞാൻ ഇത് മാത്രമേ എഴുതുള്ളൂ, എനിക്ക് ഇത് മാത്രം മതി, അങ്ങനെ വിചാരിക്കരുത്. പറ്റുന്ന എല്ലാം അപ്ലൈ ചെയ്യാം. എല്ലാത്തിനും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്, എനിക്ക് ഇത്രയും എക്സാംസ് എഴുതാനുണ്ടെന്നൊരു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കുക. അതെല്ലാം കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുക.
അത് വെച്ചാൽ അതിനകത്ത് നിങ്ങളിൽ എന്ത് റിസോഴ്സ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളിലുള്ള റിസോഴ്സിൽ തുടങ്ങുക. ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിൾ സ്ട്രാറ്റജി ഇത്രയും ചെറിയ സാധനം തുടങ്ങുക. മനസ്സിലായോ? ആ ഒരു സംഭവം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓക്കെ, എന്നിൽ ഇപ്പോൾ SCRT എല്ലാത്തിനും ഇപ്പോൾ യൂസ്ഫുൾ ആണ്. എല്ലാത്തിനും SCRT NCRT ആണ് ചോദിക്കുന്നത്. അപ്പോൾ SCRT പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ബേസ് ഇല്ല, കറണ്ട് അഫയേഴ്സ് എനിക്ക് അറിഞ്ഞൂടാ, പത്രം വായിച്ചു തുടങ്ങുക. മനസ്സിലായി? നിങ്ങൾ റൊട്ടീൻ ആക്കിയിട്ട് പതുക്കെ അത് ഇങ്ങോട്ട് ഇൻകൾക്കേറ്റ് ചെയ്യുക. നിങ്ങൾ ഡെയിലി റൊട്ടീനിലോട്ട് നിങ്ങൾ പത്രം വായനയും നിങ്ങൾ SCRTയുടെ പഠനവും ഒക്കെ ഇങ്ങോട്ട് ചേർക്കുക. ഓക്കെ, അപ്പം നിങ്ങളൊരു ലെവൽ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഞാൻ ഇങ്ങനെ പോരാ, എനിക്ക് വേറെ റിസോഴ്സ് വേണം, അല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കണം, അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിന് പോയി പഠിക്കണം, അല്ലെങ്കിൽ കുറച്ച് കുട്ടികളുടെ കമ്പൈൻ സ്റ്റഡിക്ക് പോകണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെല്ലാം തുടക്കം എന്താ? നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അതിനൊക്കെ ഒരു കാര്യം പറയാം. നിങ്ങളിപ്പോൾ പഠിച്ച ലെവൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കണമെന്ന് തോന്നുക, നിങ്ങൾക്കൊരു ബുക്ക് വാങ്ങിക്കണമെന്ന് തോന്നുക, അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ ക്ലാസ് എടുക്കണമെന്ന് തോന്നുക. നിങ്ങൾ വിചാരിക്കരുത് അയ്യോ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഇതിനൊക്കെ ഇത്രയും പൈസ ആവത്തില്ലേ. നിങ്ങൾക്കത് വേർത്തിയാണെന്ന് തോന്നുകയാണെങ്കിൽ, അത് ഇമ്പോർട്ടൻ്റ് തോന്നുകയാണെങ്കിൽ ആ പൈസ ചിലവാക്കാൻ നിങ്ങൾ മടിക്കരുത്. കാരണം നമുക്ക് പൈസ അങ്ങോട്ട് ചിലവാക്കുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മൾ പഠിക്കത്തുള്ളൂ. നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ടുള്ളതാണ്, എനിക്കിത് പഠിക്കണം എന്നൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. മനസ്സിലായോ? അതിന് ചിലവാക്കുന്നത് ചിലവല്ല. നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഈ പഠിക്കാൻ വേണ്ടി ചിലവാക്കുന്ന എമൗണ്ട് ഒന്നും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങൾ ഇതിനേക്കാൾ നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പം അതൊന്നും ആ ഒരു എമൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മടിച്ചിരിക്കേണ്ട. പക്ഷേ വലിയ എമൗണ്ടിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഓക്കെ അതെനിക്ക് പറ്റും എന്നുള്ള എമൗണ്ട് ആണെങ്കിൽ കൊടുത്ത് ജോയിൻ ചെയ്ത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ എൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒന്നുമല്ല പറയുന്നത്. ഇനി അങ്ങനെ വിചാരിക്കാൻ ചെയ്യരുത്. നമ്മൾ പഠിക്കാനുള്ള കാര്യമുള്ളൂ. അത് നമുക്ക് എവിടെ നിന്നൊക്കെ സപ്പോർട്ട് കിട്ടുമോ അതെല്ലാം നിങ്ങൾ എന്തെങ്കിലും കളക്ട് ചെയ്യുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളെ മനസ്സിലാക്കി സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയർ ആണേ? ഓക്കെ, കമ്മിങ് ബാക്ക്. അപ്പം നമ്മൾ മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ടെൻഷൻ അടിക്കാതെ പഠിക്കുക. ഓക്കെ, നമ്മളിപ്പം ആലോചിക്കുക, ഇത്രയും എക്സാം വരുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ പണ്ടേ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ആയിരിക്കും ഇത് കിട്ടുന്നത്, എനിക്ക് കിട്ടത്തില്ല എന്ന് ആലോചിക്കുന്നത് മണ്ടത്തരമാണ്. മനസ്സിലായോ? നമ്മൾ ആലോചിക്കേണ്ടത് എന്താ? എനിക്ക് ഒരൊറ്റ വേക്കൻസി മതി, ആ വേക്കൻസിയോട് പഠിച്ചു തരാൻ എനിക്ക് പറ്റും, എനിക്ക് കഴിവുണ്ട്, എനിക്ക് പഠിക്കാനുള്ള എബിലിറ്റി ഉണ്ട്, ഞാൻ പഠിക്കുന്നുണ്ട്. പിന്നെ എന്താ നമുക്ക് പ്രശ്നം? നിങ്ങൾ വേറൊന്നും ആലോചിക്കണ്ട. എത്ര വർഷം കൊണ്ട് പഠിക്കുന്നതാണോ ഒന്നും ആലോചിക്കണ്ട. അവരെല്ലാം ആ സൈഡിൽ കാണും. നിങ്ങളത് മാത്രം കോമ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഡെയിലി നിങ്ങൾ ഒരു പാറ്റേൺ ഉണ്ടാക്കിയിട്ട് SCRT പഠിക്കുക, കറണ്ട് അഫയേഴ്സ് പഠിക്കുക, പിന്നെ നിങ്ങൾ റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അത് വെച്ച് പഠിക്കുക, ക്ലാസ് ഉണ്ടെങ്കിൽ ക്ലാസ് വെച്ച് പഠിക്കുക. പഠിച്ചിട്ട് ബിഗിനറിൻ്റെ അടുത്താണ് ഞാൻ പറയുന്നത്. പഠിച്ച് ഒരു ലെവലാവുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഓക്കെ ഞാൻ എന്ത് ചെയ്യാം, അടുത്ത ലെവലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, അങ്ങനെ അടുത്ത ലെവലോട്ട് മൂവ് ചെയ്യാൻ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾക്കൊരു ബേസ് ആയി കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് വർക്കിംഗ് തുടങ്ങുക. എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട് പഠിക്കുക, അതിന് മാർക്ക് കിട്ടുന്ന എത്ര നോക്കുക, അടുത്ത ദിവസം വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. അങ്ങനെ നിങ്ങൾ എക്സാം വരെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കിട്ടാവുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കളക്ട് ചെയ്ത് അതങ്ങ് പാറ്റേൺ ആക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത് അങ്ങ് ശീലമാക്കണം. അങ്ങനെ ആയി വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതൊക്കെ മാർക്ക് ഇമ്പ്രൂവ് ആവും. നിങ്ങൾ എഴുതുന്ന അവസാനത്തെ എക്സാം നിങ്ങൾ ജോലി കിട്ടും. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് അതൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും, നിങ്ങൾ അതിനെല്ലാം അപ്ലൈ ചെയ്യണം. നിങ്ങൾ അത് കണ്ടിട്ട് അയ്യോ എൻ്റെ അപ്ലൈ ചെയ്ത് അത് പഠിക്കുന്നില്ല ഇത് പഠിക്കുന്ന അങ്ങനെ ആലോചിക്കേണ്ട. നിങ്ങൾക്ക് പോലീസ് യൂണിഫോം പോലീസ് ഇഷ്ടമാണ്. അപ്പോൾ അതിനകത്ത് എന്തുണ്ട്, അത് കുറച്ചും കൂടി മനസ്സിലാക്കി പഠിക്കണം. അതിനകത്ത് ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് എക്സ്ട്രാ കിടപ്പുണ്ട്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, എക്സൈസ് ഓഫീസറാകുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. മനസ്സിലായോ? ഇപ്പോൾ LGS ഞാൻ തുടങ്ങിയ LGS അങ്ങ് പഠിക്കാം. അങ്ങനെയാണ് LGS കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. മനസ്സിലായി? അല്ലാതെ നിങ്ങൾ ഇതെല്ലാം കൂടി കണ്ട് വട്ടമാണ് നിൽക്കാനൊന്നും വേണ്ട. നിങ്ങൾക്ക് താല്പര്യമുള്ളതിനകത്ത് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് എന്നാൽ എല്ലാം എഴുതാൻ പറ്റുന്ന രീതിയിൽ പഠിക്കാം. ഇപ്പം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പം LGS എഴുതാൻ പറ്റും. ഇപ്പം ഞാനൊരു ബിഗിനർ ആണെങ്കിൽ എനിക്ക് LGS എഴുതാൻ പറ്റും. അപ്പം ഞാൻ ആദ്യം LGS സിലബസ് കംപ്ലീറ്റ് ആക്കാൻ നോക്കും. ഇനി ഒരു 4 മാസം LGS കംപ്ലീറ്റ് ആക്കാം. കട്ടക്കിയത് 4 മാസത്തേക്ക്. 4 മാസം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോകും. അപ്പോൾ നിങ്ങൾ അത്രയ്ക്ക് വർക്ക് ഇട്ടാലേ നമുക്ക് അത് കിട്ടത്തുള്ളൂ. അപ്പോൾ LGSന്റെ വേക്കൻസി ഉണ്ട്, അത്യാവശ്യം നല്ലതാണ്, ഞാനത് പഠിക്കുന്നുണ്ട്. അപ്പോൾ LGS പഠിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ എനിക്ക് ഡിഗ്രി ഉള്ളതാണ്. അപ്പം LGS പഠിക്കുന്നത് ഓക്കെ, ഞാൻ പഠിക്കുന്നത് സെറ്റാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്താ കുറച്ചും ഹൈ ലെവലായിട്ട് ഡിഗ്രി ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യാം. LGSന്റെ പോർഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഗ്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യാം. ഡിഗ്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ അതിനകത്ത് മലയാളം ഇംഗ്ലീഷ് എക്സ്ട്രാ വരുന്ന അതിൻ്റെ കൂടെ പഠിച്ചു പോകണം. അല്ല അത് പഠിക്കാൻ വേണ്ടി സെപ്പറേറ്റ് സമയം എടുക്കണ്ട. മനസ്സിലായോ? അപ്പം ഡിഗ്രി ലെവലും പഠിക്കുന്നുണ്ട്, LGS ലെവലും പഠിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുക ഒരിത് ലെവലായി പോലീസിൻ്റെ എനിക്ക് എഴുതിയാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഫിസിക്കൽ ഉണ്ട്, ഞാൻ ഫിസിക്കൽ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ഫിറ്റ് ആണ്, ഓക്കെ ആണ്, ഫിസിക്കൽ എനിക്ക് കിട്ടും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം എനിക്ക് ആ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സ്പെഷ്യൽ ടോപ്പിക് കൊണ്ട് പഠിക്കുക. മനസ്സിലായോ? ഈ പഠിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാം പഠിച്ചോളും. അതിനൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ക്ലിയർ ആണല്ലോ? അപ്പം നിങ്ങൾ ഒന്നേ ചെയ്യാനുള്ളൂ, ദിവസവും പഠിക്കുക. ദിവസവും പഠിക്കാൻ ഇന്ന് തുടങ്ങിയാൽ മതി. ഇന്നലെ വരെ ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു, ഞാൻ ഇന്ന് ആദ്യം എടുത്തെല്ലാം കാണുന്നത്. അങ്ങനെ ഇന്ന് തുടങ്ങിയാൽ മതി. നിങ്ങൾ എന്നാണോ ഇത് കാണുന്നത് അന്ന് തുടങ്ങിയാൽ മതി.
മനസ്സിലായോ? നിങ്ങൾക്കൊരു ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ ലൈഫ് മാറാൻ വേണ്ടിയുള്ള ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ എന്നാണോ ഈ സംഭവം കാണുന്നത് അന്ന് തുടങ്ങുക. ക്ലിയർ ആയോ? അന്ന് പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പം പഠിച്ചു തുടങ്ങുമ്പോൾ ആലോചിക്കുക, ഒരുപാട് ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ ഗോളിന് കിട്ടാനുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ഫയർ അത്രയ്ക്ക് തീവ്രമാണെങ്കിൽ നമുക്കത് കിട്ടും. നമ്മൾ വേറെ എന്ത് മാറ്റി വയ്ക്കും, നമ്മൾ അതിനനുസരിച്ച് പഠിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊന്നും ആരും ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഫ്രീ ആയിട്ട് കൂളായിട്ട് ദിവസത്തിലൊരു പാറ്റേൺ ആയിട്ട് ഒരു പാർട്ടായിട്ട് ഈ പഠിത്തം മാറ്റുക. എല്ലാ ദിവസവും പഠിക്കുന്നു അങ്ങനെ മനസ്സിലാക്കുക. ഓരോ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുന്നു, അങ്ങനെ അല്ല ടെൻഷൻ അടിച്ചിരിക്കോ എനിക്ക് എപ്പോൾ കിട്ടും അങ്ങനെയൊന്നും ആലോചിക്കണ്ട. ഓക്കെ, ഞാൻ ജനറലായിട്ട് പറയുന്നൊരു വീഡിയോ ആണ്, പ്രത്യേകിച്ച് ഇന്ന കാര്യമൊന്നും ഞാൻ സ്പെസിഫൈ ആയിട്ട് പറയുന്നില്ല. ഞാൻ ഒറ്റ കാര്യം ഉദ്ദേശിച്ചുള്ളൂ, നോട്ടിഫിക്കേഷൻ ഒരുപാട് വരും, നല്ല കാര്യമാണ്, നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മാത്രമേ കാണാവൂ. നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, നിങ്ങൾ അതിനെല്ലാം വേണ്ടി പഠിക്കുന്നുണ്ട്, എനിക്ക് ഏതെങ്കിലും ഒരു ജോലി കിട്ടും എന്ന് നിങ്ങൾ ഉറപ്പിക്കുക. 2026 ഈ സമയമാകുമ്പോൾ, ഡിസംബറിൽ അടുത്ത വർഷം ഈ സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, ഓക്കെ ഞാൻ അന്ന് തുടങ്ങിയതാണ് ചേച്ചി, ഞാൻ ഇന്ന് വരെ എന്ത് ചെയ്യില്ല, ആ പാറ്റേൺ നിർത്തിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഏതാണ്ട് ഇതൊക്കെ ലിസ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത്, എനിക്ക് ഇതൊക്കെ ജോലി കിട്ടും എന്നുള്ള മെസ്സേജ് ആയിരിക്കും എനിക്ക് കാണാൻ പറ്റുന്നത്. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് നിങ്ങളിത് ക്രാക്ക് ചെയ്യണം. ഓക്കെ, ഇന്ന് തന്നെ തുടങ്ങുക. സ്റ്റാർട്ടിങ് ടുഡേ എന്ന് കമൻറ്റ് ചെയ്യുക, തുടങ്ങുക, ഇന്ന് തുടങ്ങുക. അല്ലെങ്കിൽ ഡേറ്റ് ഇടുക, നിങ്ങൾ എന്നാണോ ഈ വീഡിയോ കാണുന്നത് ആ ഡേറ്റ് ഇടുക. ആ ഡേറ്റ് ഇട്ടിട്ട് സ്റ്റാർട്ടഡ് ഓൺ എന്ന് പറഞ്ഞാൽ ആ ഡേറ്റ് ഇടുക, തുടങ്ങുക. നിങ്ങൾ ഇനി ഡിസംബറിൽ വീണ്ടും വീഡിയോ കാണുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾ അന്ന് ജോലി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വന്ന് നോക്കൂടെ, വന്ന് നോക്കിയിട്ട് ചേച്ചി ആ വീഡിയോ എന്ത് ചെയ്യും കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് സ്റ്റാർട്ടഡ് ടുഡേ എന്ന് പറഞ്ഞിട്ടതാ ഇപ്പോൾ വീണ്ടും എനിക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞാൽ വീണ്ടും കമൻറ്റ് ചെയ്യണം. അത് ആലോചിച്ചോക്കെ ആ ഒരു ഗെത്ത്. ഓക്കെ, അപ്പോൾ നല്ലപോലെ വർക്ക് ചെയ്യുക. ഓക്കെ, മനുഷ്യൻ ഡ്രീം ചെയ്താൽ നടത്തിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല. മനസ്സിലായോ? നമുക്ക് അതെല്ലാം നടത്തിയെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഒരേ കാര്യം ചെയ്താൽ മതി, നിങ്ങളിൽ വിശ്വസിക്കുക, നിങ്ങളെ കൊണ്ടത് പറ്റും എന്ന് വിശ്വസിക്കുക, പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. ഇതെല്ലാം നല്ലതിനാണ്. ക്ലിയർ ആണല്ലോ? അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഇത് ഫോളോ ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ഞാൻ പറയണം കമൻറ്റ് ഇടുക. ഓക്കെ, ബൈ.